PSC ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. യുക്തിചിന്തയുമായി ബന്ധപ്പെട്ട് യുക്തിചിന്ത അളക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. രണ്ടും പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായും ഇതിന് സമാനമായ ചോദ്യങ്ങൾ എല്ലാ PSC പരീക്ഷയ്ക്കും ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ശ്രേണിയിലെ അടുത്ത പദം എഴുതുക. ശ്രേണി ഇതാണ്: MHC OKG QNK SQO. അഞ്ചാമത്തെ പദം എഴുതണം. ഓപ്ഷൻ UTS UUS BTS DBUS. 4 ഓപ്ഷൻസ് ഇതിലേതാണ്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു ശ്രേണി തന്നാൽ, ഒരു സീരീസ് തന്നാൽ അതിന്റെ പൊതു പ്രത്യേകത എങ്ങനെയാണ് ഒന്നാമത്തെ പദത്തിൽ നിന്ന് അടുത്ത പദത്തിലേക്ക് പോകുന്നത്, രണ്ടാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദത്തിലേക്ക് പോകുന്നത്, അതിന്റെ പൊതു പ്രത്യേകത ആദ്യം നമ്മൾ കണ്ടുവെക്കണം, നോക്കി വെക്കണം. ഓക്കെ, നോക്കാം. ഇതില് 3 അക്ഷരങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഇതില് M ആണ്. ഓയിലേക്ക് പോയി. എമ്മിൽ നിന്ന് ഓയിലേക്ക് പോകുമ്പോ അതിനകത്ത് ഒരക്ഷരം വിട്ടു, N വിട്ടു, അല്ലെ? ഇനി ഇതിൽ നിന്ന് Qയിലേക്ക് വരുമ്പോ OPP വിട്ടു, തൊട്ടടുത്ത അക്ഷരം വിട്ടു, എന്നിട്ട് അപ്പുറത്തേക്ക് ചാടി. QR കഴിഞ്ഞ് S എത്തി. S കഴിഞ്ഞാലോ? S കഴിഞ്ഞാൽ T ആണ്. T വിട്ട് കഴിഞ്ഞാൽ അടുത്തത് Uയിലേക്ക് പോകണം. അപ്പൊ നമ്മള് ഇതില് Uയിൽ തുടങ്ങുന്ന ഈ ഓപ്ഷൻസ് നോക്കിയാൽ മതി. അതാകെ രണ്ടെണ്ണേ ഉള്ളൂ, UUSഉം UTSഉം. ഇത് രണ്ടും തെറ്റ്, വിട്ടേക്കോളും. അത് V ആണ്. ഇനി H, രണ്ടാമത്തത് H അവിടുന്ന് Kയിലേക്ക് പോയി. IJ രണ്ടെണ്ണം വിട്ട ശേഷമാണ് Kയിലേക്ക് പോയത്. Kയിൽ നിന്ന് KLM രണ്ടെണ്ണം വിട്ടു, എന്നിലേക്ക് വന്നു. എന്നിൽ നിന്ന് OP വിട്ട ശേഷം Qയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് Qയിൽ നിന്ന് രണ്ടെണ്ണം വിടാം, അല്ലെ? ഇതൊക്കെയാ RS കഴിഞ്ഞ അടുത്ത എന്താണ്? T. രണ്ടാമത് T വരും. ഇവിടെ T ഉണ്ട്, ഇവിടെ U ആണുള്ളത്. ഇത് തെറ്റ്. ഓപ്ഷൻ A ആണ് ശരി. ഇങ്ങനെ ഇത് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഉത്തരം അല്ല പ്രധാനപ്പെട്ടത്, ഉത്തരം കാണാനുള്ള വഴിയാണ്, അതിന്റെ എളുപ്പ വഴിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റൊട്ടേറ്റ് എന്നതിനെ കോഡ് ചെയ്ത് വെച്ചാണല്ലേ 4 ചിഹ്നങ്ങളാണ്. ഇത് സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, @ പെർസെന്റേജ്, @ എന്നും ഫാമർ എന്നതിനെ ഡോളർ ചിഹ്നമാണ്, പെർസെന്റേജ്, സ്റ്റാർ, ഡിവിഷൻ ഹരണം, /സ്റ്റാർ എന്നും കോഡ് നൽകിയാൽ മീറ്ററിനെ എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻസ് ഇതില് 4 ഉണ്ട്. ഞാൻ വായിക്കുന്നില്ല, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ എണ്ണി പകരം നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. മീറ്റർ തുടങ്ങുന്നത് എമ്മിലാണ്. M ശ്രദ്ധിക്കണേ, ഉത്തരമല്ല, ഉത്തരം കാണാനുള്ള രീതിയാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് മുഖ്യം. എമ്മിന് ഇവിടെ ഇപ്പം ഇതിൽ M ഇല്ല, ഇതിൽ M ഉണ്ട്. 1 2 3 നാലാമത്തെയാണ് ഇതിലെ M. ഇത് കോഡ് എന്നതിനെ 1 2 3 4 ഇതാണ് M. ഡിവിഷൻ, ഇപ്പൊ ഡിവിഷനിൽ തുടങ്ങണം ഓപ്ഷൻ. ഇത് ഡിവിഷൻ അല്ല, ഇതും ഡിവിഷൻ അല്ല. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, അത് ഓപ്ഷന്റെ സെലക്ഷൻ ആണ്. രണ്ടാമത്തത് E ആണ്. E ഇതിലിവിടെ E ഉണ്ട്. ആ E സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതാ സ്ലാഷ് ആണ്. ഇവിടെയും സൂചിപ്പിക്കുന്നത് സ്ലാഷ് തന്നെ. അപ്പൊ നമുക്കിനി സ്ലാഷ് കിട്ടിയാൽ മതി. ഈ ഡിവിഷൻ കഴിഞ്ഞ് സ്ലാഷ്, ഡിവിഷൻ കഴിഞ്ഞ് സ്ലാഷ്, അത് രണ്ടും കറക്റ്റ് ആണ്, മാറ്റമില്ല. ഓക്കെ, അപ്പം അത് രണ്ടും ശരി തന്നെയാണ്. ഇവിടെ ഡിവിഷൻ വന്നിട്ടുണ്ട്, സ്ലാഷ് വന്നിട്ടുണ്ട്, അത് ശരിയാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? മീറ്റർ R. അത് നോക്കാം നമുക്ക്. R എടുക്കാം. ഫാമർ, ദ ലാസ്റ്റ് എന്താ വന്നിരിക്കുന്നത്? ഫാമറിലെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്.
അപ്പോ മീറ്ററിലെ ലാസ്റ്റ് സ്റ്റാർ വന്നാൽ മതി. ഇവിടെ അർദ്ധ റേറ്റ് ആവുന്നത്, ഇവിടെ സ്റ്റാർ ആവുന്നത്. ഈ മൂന്നും വെച്ച് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിന് ഉത്തരം കിട്ടി. ഇതാണ് ശരി, ഇത് തെറ്റാണ്. ലാസ്റ്റ് മീറ്റർ ആറിന് പകരം ഇവിടെ വരേണ്ടത് എന്താണ്? സ്റ്റാർ ആണ്. ഇത് അർദ്ധ റേറ്റ് വന്നത് കൊണ്ട് തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോ ഉത്തരമല്ല പ്രസക്തി, ഉത്തരം കാണാനുള്ള രീതിയാണ്. നമുക്ക് ശരിയായ ഉത്തരത്തിൽ എങ്ങനെ പോകാം എന്നുള്ളതാണ്. അതാണ് യുക്തിചിന്തയുടെ പ്രസക്തി. ഓക്കെ, ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.